നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 3 ബ്രെയിൻ ജിം ആക്ടിവിറ്റീസ് ആണ്. അതിൽ ഒന്നാമത്തെ ബ്രെയിൻ ജിം ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് ഹുക്കപ്സ്. ഹുക്കപ്സ് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയോ? നിങ്ങൾ 2 കൈകൾ എന്ത് ചെയ്യുക, നീട്ടി വയ്ക്കുക, then അതിങ്ങനെ ഫോൾഡ് ചെയ്യുക, then അതെന്ത് ചെയ്യുക, നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ദെൻ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ആണ് ചെയ്യേണ്ടത്. ആ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ ബ്രീത്തിങ്ങിലേക്കാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ബ്രീത്ത് ഇൻ, breathe out, breathe in, breathe out, breathe in, breathe out. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ബ്രെയിൻ ജിം ആക്ടിവിറ്റി. രണ്ടാമത്തെ ബ്രെയിൻ ജിം ആക്ടിവിറ്റി എന്ന് പറയുന്നത് പിങ്കി ഇൻഡെക്സ് ആണ്. ഇതിനായിട്ട് നിങ്ങൾ 2 കൈയുടെയും മുഷ്ടി ചുരുട്ടി പിടിക്കുക. നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ ഇൻഡെക്സ് ഫിംഗർ വരുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡിൽ പിങ്കി ഫിംഗർ ആണ് വേണ്ടത്. നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡിൽ ഇൻഡെക്സ് ഫിംഗർ വരുന്ന സമയത്ത് റൈറ്റ് ഹാൻഡിൽ പിങ്കി ഫിംഗർ ആണ് വേണ്ടത്. ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, സ്പീഡിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊരു 20 സെക്കൻഡ്സ് എങ്കിലും ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ അവസാനത്തെ ബ്രെയിൻ ജിം ആക്ടിവിറ്റിയാണ് ഒരു റെക്റ്റാങ്കിൾ ക്രിയേഷൻ. അതായത് നിങ്ങൾ ലെഫ്റ്റ് ഫിംഗർ എന്താണ് ഒരു ടിക്ക് മാർക്ക് എടുക്കുക, റൈറ്റ് ഫിംഗേഴ്സ് കൊണ്ടിട്ട് ഒരു ടിക്ക് മാർക്ക് എടുക്കുക, ദെൻ അതുകൊണ്ടൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മോഡിലോട്ട് കയറി പോകുന്നത് പോലെ എന്ത് ചെയ്യുക, ഫിംഗേഴ്സ് മോഡിലേക്ക് എടുക്കുക. റെക്റ്റാങ്കിൾ ഷേപ്പ് നിങ്ങൾക്ക് കാണാം, റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. ഓക്കെ, എൻ്റെ പേര് അമയ. ഞാൻ സീനിയേഴ്സ് ഹൈവേയിലെ SHFM എന്നുള്ള സെഷൻസിൽ ഒരു 30 മിനിറ്റ്സിലായിട്ട് ബ്രെയിൻ ജിം ആക്ടിവിറ്റീസ് ആണ് ഇപ്പോൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു SHFMൽ ഈ ഒരു ബ്രെയിൻ ജിം ആക്ടിവിറ്റീസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ്സും ഇതേപോലെ തന്നെയുള്ള കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെയാണ്. ബ്രെയിൻ ജിം ആക്ടിവിറ്റീസ് പൊതുവേ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറി ഫോക്കസ്, നമ്മുടെ മെമ്മറീസും നമ്മുടെ ഫോക്കസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കാനാണ്. അത് നമ്മൾ ഇങ്ങനെ ബ്രെയിൻ ജിം ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എന്ത് ചെയ്യും, കൂടുകയും അത് ബ്രെയിൻ ഹെമിസ്ഫിയേഴ്സിനെ ഓൺ ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ പോകുന്നതിലൂടെ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ മെമ്മറി പവറിനെ ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ഡെയിലി ഫങ്ഷനിങ്ങിലും നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു ബ്രെയിൻ ജിം ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ആയിട്ട് ഞാൻ ബ്രെയിൻ ജിം ആക്ടിവിറ്റീസിൽ നമ്മുടെ SHFMൽ ഞാൻ കാണും. സോ നിങ്ങളും അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ കാണാം. ബൈ ബൈ.